ഹലോ ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്ലിങ് പ്രഷേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക പ്രയോറിറ്റൈസിങ് വർക്ക് ഇതൊക്കെ ആണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയായിരിക്കുമല്ലോ. കാരണം ഈ അടുത്ത് നമ്മൾ കണ്ടതാണ് ഒരു കമ്പനിയിലുള്ള ഒരു ജീവനക്കാരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് അവസാനം അവരുടെ ലൈഫ് തന്നെ അടുത്ത രീതിയിലേക്ക് ജോലി മാറിയിരുന്നു എന്നുള്ളത്. അതൊരു ടെക്കിയായിരുന്നു. ഞങ്ങളും ടെക്കി ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞൊരു 10-13 വർഷമായിട്ട് IT ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഞാനും ഇവിടെ നമുക്ക് ഫാമിലിയിലായാലും ഒരുപാട് പേര് നമുക്ക് ടെക്കേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം ഒരു പക്ഷേ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ എല്ലാവരും വർക്ക് പ്രഷേഴ്സ് മുഴുവനും ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ കയറുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഒന്നിനെക്കുറിച്ചും കാര്യമായിട്ട് അറിയില്ല. ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയില്ല, ഇവിടുത്തെ നിലനിൽപ്പിന് എന്തൊക്കെ ആവശ്യമാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ എന്താ കാര്യക്ഷമതേനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന രീതിയിൽ സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിക്കണമെന്നുള്ളതാണ് ബേസിക്കലി ഒരു ടിപ്പ് പോലെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കയറുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വലിയ കമ്പനിയിലായിരിക്കാം, ചെറിയ കമ്പനിയിലായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യന് ജോലി ചെയ്യാൻ പറ്റാവുന്ന മണിക്കൂറുകളുണ്ട്. ഇപ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ അങ്ങനെയാണ് നമ്മുടെ പോളിസി പ്രകാരം നമുക്ക് വർക്ക് ടൈമിംഗ് എന്നുണ്ടെങ്കിൽ ആ സമയം നന്നായിട്ട് വർക്ക് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുക. ആ സമയം മാത്രം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ശേഷമുള്ള സമയം നമ്മൾ ബാക്കി നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ റിലേഷൻഷിപ്സിന്, നമ്മുടെ ഫ്രണ്ട്ഷിപ്സിന്, നമ്മുടെ ലൈഫിലെ ബാക്കി ആസ്പിറേഷൻസിന് എല്ലാത്തിനും സമയം നമ്മൾ മാറ്റി വയ്ക്കണം. എല്ലാവർക്കും 24 hours ഉള്ളൂ, നമുക്കും അതെ. സോ ആ 24 hours നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ വർക്കിന് വേണ്ടി നമ്മളൊരു 1/3 ഓഫ് ദി ടൈം നമ്മൾ മാറ്റി വെച്ചാലും ബാക്കി 2/3 ഒരിക്കലും നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ പ്രത്യേകിച്ചും ഇത് കയറുന്നവർക്ക് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ ചാൻസ് ഇല്ല. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ, ചില വലിയ കമ്പനിയിലൊക്കെ നമുക്കൊരു ബഡ്ഡി സിസ്റ്റം പോലെ അല്ലെങ്കിൽ ഒരു ഓൺ ബോർഡിങ് ബഡ്ഡി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കാണും. അപ്പോൾ അതൊരു സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അവർ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാകും. അവർ തന്നെ പല രീതിയിലുണ്ടാകാം. പക്ഷേ നല്ലൊരു ഓൺ ബോർഡിങ് ബഡ്ഡി ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എന്തും നമുക്ക് പറയാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് കിട്ടേണ്ട ഡയറക്ഷനൊക്കെ നമുക്ക് അവിടെ തന്നെ കിട്ടും. പക്ഷെ എല്ലാവർക്കും ഈ ഒരു സൗകര്യം ഫലപ്രദമായിട്ട് കിട്ടണമെന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡിനൊപ്പം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ചെല്ലുന്നു, ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പം മിക്കവാറും ഡെസ്ക്ടോപ്പ് മെഷീൻസൊക്കെ ആയിരിക്കും, ലാപ്ടോപ്പ് പോലും അല്ല. അപ്പം നമുക്ക് ആ സമയം മാത്രമേ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്കോ ഹോസ്റ്റലിലേക്കോ വരാണ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കൂടുതൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ മെയിലോ എന്തെങ്കിലും നോക്കും എന്നല്ലാതെ വർക്കിന് വേണ്ടി നമ്മൾ കയറുന്നത് പിറ്റേ വർക്കിംഗ് ഡേ ആയിരിക്കും. പക്ഷേ ആഫ്റ്റർ കോവിഡ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ലാപ്ടോപ്പ് തന്നു വിട്ടു. എല്ലാവർക്കും എവിടെ ഇരുന്ന് വേണമെങ്കിലും ജോലി ചെയ്യാം എന്നുള്ള രീതി വന്നു. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു നെക്സ്റ്റ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വർക്കും ലൈഫും തമ്മിലുള്ള ബൗണ്ടറി അത് മാറി. കാരണം നമുക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ലോഗിൻ ചെയ്യാം, കയറാം, ജോലി ചെയ്യാം എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം ശരിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപകാരപ്പെടുത്തേണ്ട ഈ ഒരു കാര്യം അനാവശ്യമായിട്ട് ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പരിധി വരെ വീണ്ടും എന്താ പറയുക വർക്ക് ലൈഫ് ബാലൻസ് തകിടം മറിഞ്ഞു തുടങ്ങിയത്, പ്രത്യേകിച്ചും പോസ്റ്റ് കോവിഡ്. പിന്നെ ചില കമ്പനിയിൽ അല്ലെങ്കിൽ ചില പ്രൊജക്ട്സിൽ നമുക്ക് ചില സമയങ്ങളിൽ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ആ സമയത്ത് മേ ബി ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 1 or 2 days ഒക്കെ ചിലപ്പം നമുക്കത് നമ്മുടെ എന്താ പറയുക ആ ഒരു പ്രൊജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആവശ്യമായിരിക്കും നമുക്ക് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വർക്ക് ചെയ്യാറുള്ളൂ. പക്ഷെ അങ്ങനെ വേണ്ടി വന്നാൽ പോലും അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കോമ്പൻസേറ്ററി ഓഫോ അല്ലെങ്കിൽ ബാക്കി പ്രിവിലേജസോ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അതിന് ചെയ്യാനായിട്ട്. കാരണം ഒരിക്കലും അതിന് ഹെൽത്തിനെയോ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അതിനെ കൊണ്ടുവരുന്ന രീതിയിലാവരുത്.
എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പം നമ്മളായാലും ഞാൻ പറഞ്ഞൊരു 10-13 വർഷമായി. ഇപ്പം ആദ്യത്തെ വർഷങ്ങളിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒരു 5 വർഷം നമുക്ക് ഇതിനകത്ത് തയ്ക്കാൻ പറ്റും, 10 വർഷം തയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നമ്മുടെ ലൈഫിനെ നമ്മുടെ വർക്കിനെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഇതിനകത്തൊക്കെ ഈ ഇൻഡസ്ട്രി എന്നല്ല ഏതൊരു ഇൻഡസ്ട്രി ആയാലും നമുക്കത് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിൽ വിളിച്ചിടുമായിരിക്കും, നമുക്ക് വർക്ക് അസൈൻ ചെയ്യും. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വർക്കിനെ പ്രയോറിറ്റൈസ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലായിടത്തും നമുക്ക് നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ ഏതൊരു പ്രൊജക്റ്റിൽ കയറിയാലും അല്ലെങ്കിൽ ഏതൊരു കമ്പനി കയറിയാലും നമ്മൾ തന്നെ പ്രൂവ് ചെയ്ത് അവിടെ നമ്മൾ എക്സൽ ചെയ്യുന്നു എന്ന് നമ്മൾ കാണിക്കണം, നമ്മൾ ചെയ്യണം, എക്സൽ ചെയ്യണം. പക്ഷേ എപ്പോഴും നമുക്ക് എല്ലാം നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലായിടത്തും എക്സൽ ചെയ്താൽ വന്നേ, ഇവിടെയും നമ്മൾ എക്സൽ ചെയ്യണം. പക്ഷേ ചിലപ്പോൾ അതിന് നമുക്ക് പറ്റിയെന്ന് വരില്ല. എല്ലായിടത്തും ഒരേ സാഹചര്യങ്ങളോ ഒരേ ആൾക്കാരോ ഒന്നും ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പരമാവധി നമ്മൾ ശ്രമിക്കുക ഉള്ളൊരു നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക. പക്ഷേ എന്നിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പ്രൊജക്റ്റിലേക്ക് മാറാൻ വേണ്ടി നോക്കുക. ഇനി ആ കമ്പനിയിൽ ഒറ്റ പ്രൊജക്ട്സും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, തീരെ നാൾ നമുക്ക് പോകുന്നില്ല, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ബാക്കി കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ മനസ്സമാധാനത്തിന് എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ കമ്പനികളുണ്ട്, ഇഷ്ടംപോലെ ജോബ്സും ഇഷ്ടംപോലെ കമ്പനീസും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എന്തായാലും അങ്ങനെ ഒരുപാട് വലിയ സാധ്യത നമുക്കുണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയറുന്നു, ഒരു എന്താ പറയുക പഠിപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ കുറേ നാൾ ജോലി കിട്ടാതെ ഒരു ജോലി കിട്ടി ഒക്കെ കയറുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു പേടിയാണ് പലർക്കും ഇങ്ങനെ കൂടുതൽ എഫേർട്ട് ബേൺ ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുത്തുന്നത്. അപ്പം അവിടെ നിങ്ങൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. നമ്മൾ എന്തായാലും നമുക്ക് അസൈൻ ചെയ്ത സ്ഥാനത്തിനോട് പരമാവധി ആത്മാർത്ഥത പുലർത്തുക, ഉള്ള വർക്ക് അവേഴ്സിൽ മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുക, ആ ആത്മാർത്ഥത ഉണ്ടാക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് പക്ഷേ അത് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലോ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലോ വരുത്തരുത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പ്രത്യേകിച്ചും ഈ ഇൻഡസ്ട്രിയിൽ വരുന്നവർ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനായിട്ട് അത്യാവശ്യം കഴിവുള്ളവരായിരിക്കും, മിക്കവാറും പഠിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ടോപ്പറായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യമായാലും നമ്മൾ കേട്ടാണ് ടോപ്പറാണ്, നമുക്ക് ഭയങ്കര വിഷമിപ്പിക്കുന്നൊരു സംഭവമായിപ്പോയത്. അപ്പം അങ്ങനെ ഒരുപാട് എല്ലായിടത്തും നമ്മൾ എക്സൽ ചെയ്ത് അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ പെർഫെക്ഷനിസ്റ്റായിട്ട് വന്ന് നമ്മളൊരു സാധനം നമ്മളിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ, ഒരു ജോലി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൂടുതലും വർക്ക് ഹോളിക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാനേജേഴ്സ് ആയാലും അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് ആയാലും അവർ നോക്കുന്നത് ഒരാളെ കൊണ്ട് ഇത്ര ടാസ്ക് നമ്മൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്കറിയാം ഇയാൾക്ക് കൊടുക്കേണ്ട ടാസ്ക് ഇത് കൂടുതലാണ്, ശരിക്കും 2 പേർക്ക് ചെയ്യേണ്ട ടാസ്ക് ആയിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ കിട്ടുന്ന ആൾക്ക് അത് അറിയണം എന്നില്ല, അവരത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളുള്ള പെർഫെക്ഷനിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മൊത്തം തീർക്കാൻ വേണ്ടി നമ്മുടെ ഫുൾ എഫേർട്ട് നമ്മൾ ചിലപ്പോൾ ബേൺ ഡൗൺ ചെയ്ത് ഇങ്ങനൊരവസ്ഥയിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിജിലൻ്റ് ആയിട്ടിരിക്കുക, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആത്മാർത്ഥത വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, വർക്കിനെ ഇഷ്ടപ്പെടണം, വർക്ക് ചെയ്യുന്നിടത്ത് സാറ്റിസ്ഫാക്ഷൻ വേണം, അതൊക്കെ വേണം. പക്ഷേ ഓൺലി ഇൻ ദാറ്റ് വർക്ക് അവേഴ്സ്. അത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറം നിങ്ങൾക്കൊരു ലൈഫുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നിങ്ങൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അവർക്കും എല്ലാവർക്കും നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മീനിങ് ഫുൾ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വർക്കിന് വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മുടെ ലൈഫിനെ ഭയപ്പെടുത്തേണ്ടി വരും. താങ്ക് യു സോ മച്ച്.